നമ്മൾ ഈ എസ് ഡി പി ഐയുടെ കാര്യം സംസാരിക്കുമ്പോൾ എസ് ഡി പി ഐ ഈ ഒരാവശ്യമില്ലാതെ അങ്ങോട്ട് ചെന്ന് പിന്തുണ പ്രഖ്യാപിച്ച് ഒരു തലവേദന ഉണ്ടാക്കി കൊടുക്കുകയാണോ ചെയ്തത്? തീർച്ചയായിട്ടും അത് എസ് ഡി പി ഐയുടെ രാഷ്ട്രീയ ജനിതകത്തിന്റെ ഭാഗമാണ്. അവർ കൊണ്ടു നടക്കുന്ന വർഗീയ ക്രിമിനൽ രാഷ്ട്രീയം മുമ്പോട്ട് പോകണമെങ്കിൽ ഈ രാജ്യത്തെ സെക്യുലർ പൊളിറ്റിക്സിന് നിഴലിൽ നിർത്തുക എന്നുള്ളത് അവരുടെ വളരെ പ്രൈമറി ആയിട്ടുള്ള താല്പര്യമാണ്. കാര്യം അവർ പറയുമ്പം ജനാധിപത്യത്തെക്കുറിച്ചും മതനിരപേക്ഷതയെക്കുറിച്ചും ഒക്കെ പറയുമെങ്കിലും ഇൻ ഇഫക്റ്റ് അവർ ചെയ്യുന്നത് നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് സെക്യുലറിസം നിലനിൽക്കുന്നത് ഇവിടുത്തെ വർഗീയവാദികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് മസിൽ പിടിച്ചിട്ടല്ല. ഇവിടുത്തെ സാധാരണ മനുഷ്യർ ഈ രാജ്യം സെക്യുലറായി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അവർക്കെതിരെ ഉണ്ടായ വലിയ വിജയമാണ് RSS BJP യുടെ വിജയം. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ അടിക്കല്ലുകൾ ഇപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ തിരിച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ സെക്യുലർ ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന മനുഷ്യരുടെ ഒരു ഐക്യമുന്നണിക്കല്ലാതെ ഇത് വെക്കാൻ പറ്റില്ല. ഈ RSS SDP എന്നുള്ളത് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ എളുപ്പം മനസ്സിലാകുന്ന ആളുകളാണ്. പക്ഷെ സെക്യുലർ പൊളിറ്റിക്സ് കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അവരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. SDP സെക്യുലർ പൊളിറ്റിക്സിനെ മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ PFI നിരോധിച്ചപ്പം ഈ SDP ഗുരുക്കന്മാരാണല്ലോ PFI നിരോധിച്ചപ്പം ഏറ്റവും കൂടുതൽ വയലന്റ് ആയിട്ടുള്ള പ്രതികരണം ഉണ്ടായ 2 സ്ഥലങ്ങൾ കേരളവും തമിഴ്നാടുമാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും എന്തിനാണ് ഇവര് പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള SDP അവകാശത്തെ ഞാൻ മാനിക്കുന്നു. PFI എന്നുള്ളതല്ല, അവർക്ക് ഏത് കാര്യത്തിലും നാട്ടിൽ സമാധാനപരമായി പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഏറ്റവും വയലന്റ് ആയിട്ട് കേരളത്തിൽ അവർ വയലന്റ് ആയിട്ട് അക്രമ സമരം നടത്തി. തമിഴ്നാട്ടിൽ അതിലും ഭീകരമായിട്ടുള്ള വയലൻസ് ആണ് അവർ നടത്തിയത്. അവർ ചെയ്തത് RSS BJP നേതാക്കന്മാരുടെ വീടുകൾക്കും ഓഫീസുകൾക്കും നേരെ അവർ ബോംബെറിഞ്ഞു. എന്താണ് അതുകൊണ്ടുണ്ടായ മെച്ചം? ഈ 2 സംസ്ഥാനങ്ങൾ കേരളവും തമിഴ്നാടും ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റുന്ന നാടല്ല. PFI നിരോധിച്ചാൽ അവർ ബോംബെറിയുന്ന നാടാണ് കേരളവും തമിഴ്നാടും എന്നൊരു പ്രചാരണം ഉണ്ടാക്കാൻ RSSന് വഴിവെച്ച പാർട്ടികളാണ് ഇവർ. എന്താവശ്യത്തിനാണ് ഇവർ ചെയ്തത്? കേരളത്തിലും തമിഴ്നാട്ടിലും 2 സെക്യുലർ രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന സർക്കാരുകളാണ്. ഈ രാജ്യത്തെ ഓരോ മനുഷ്യനും മതന്യൂനപക്ഷങ്ങൾക്കടക്കം അന്തസ്സായിട്ട് ജീവിക്കാനുള്ള പരിസരമൊരുക്കാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള 2 പാർട്ടികൾ, അവർ നടത്തുന്ന 2 സർക്കാരുകൾ. ആ സർക്കാരുകൾ ഉള്ള സ്ഥലങ്ങളിൽ എന്തിനാണ് ഇവർ ഈ അക്രമ സമരം നടത്തിയത്? സമരം നടത്തി എനിക്ക് മനസ്സിലാവും എന്തിനാണ് ഇവർ അക്രമ സമരം നടത്തി. ഈ അക്രമ സമരത്തിന്റെ ഒരു വലിയ പ്രത്യാഘാതം എന്താണെന്നറിയാം രാജീവ്? അവിടെ തമിഴ്നാട്ടിൽ കഴിഞ്ഞ വർഷം RSS നടത്താനുള്ള റാലിക്ക് തമിഴ്നാട് സർക്കാർ അനുമതി നിഷേധിച്ചു. RSS കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ പോയപ്പം സുപ്രീം കോടതി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവരെ ബാൻ ചെയ്യുന്നത്, ഇവരുടെ റാലി ബാൻ ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞു, അവിടെ വളരെ ഈ RSS PFI അക്രമത്തിന് ശേഷമുള്ള സമയത്തായിരുന്നു. അവിടെ വലിയ സംഘർഷാവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഇപ്പം RSS റാലി നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വീണ്ടും പ്രശ്നം ഉണ്ടാകുന്നു. അപ്പൊ കോടതി അതിന്റെ ഡീറ്റെയിൽസ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. കോടതി ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞപ്പം ഈ സംഘർഷാവസ്ഥ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ PFIക്കാർ RSSകാർക്ക് നേരെ ബോംബ് പറഞ്ഞിട്ടാണ് ഇവിടെ സംഘർഷാവസ്ഥ ഉണ്ടാകുന്നത്. കോടതി പറഞ്ഞു, RSS ആണ് റൂട്ട് മാർച്ച് നടത്താൻ അനുമതി തേടി ഞങ്ങളുടെ അടുത്ത് വന്നത്. ഈ നിങ്ങൾ പറയുന്ന സംഘർഷാവസ്ഥ ഉണ്ടോ എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ സംഘർഷാവസ്ഥ RSS അവിടെ വിക്ടിമാണ്. അവരല്ല ബോംബ് പറഞ്ഞത്, അവർക്കെതിരെയാണ് ബോംബ് പറഞ്ഞത്, അവരല്ല പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ RSSന് ഒരു ഇരയുടെ വേഷം കെട്ടാൻ സുപ്രീം കോടതിയിൽ അവസരം കൊടുത്ത പാർട്ടിയാണ് ഈ SDP എന്നുള്ളത്. സെക്യുലർ പൊളിറ്റിക്സ് കൊണ്ടു നടക്കുന്ന മനുഷ്യരെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നവരാണ് ഇവർ. അതുകൊണ്ട് ഇവരുടെ സഹായം വേണ്ട എന്ന് സന്തോഷത്തോടു കൂടി UDFും കോൺഗ്രസും പറഞ്ഞത് അടുത്ത കാലത്ത് ഈ 2 കൂട്ടരും UDFും കോൺഗ്രസും എടുത്ത ഏറ്റവും നല്ല യുക്തിഭദ്രമായ ലോജിക്കലായിട്ടുള്ള ശരിയായ രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കും.